തെലങ്കാനയിൽ അസദുദ്ദീൻ ഒവൈസിയുടെ AIMMുമായി കോൺഗ്രസ് കൈകോർക്കുമെന്ന അഭ്യൂഹം ശക്തമാവുകയാണ്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഫിറോസ് ഖാന്റെ പരാമർശമാണ് സഖ്യസാധ്യതകൾ സജീവമാക്കിയിരിക്കുന്നത്. നേരത്തെ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടി K ചന്ദ്രശേഖര റാവുവിനെയും BRSനെയുമായിരുന്നു പിന്തുണച്ചിരുന്നത്. കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് ഒവൈസി പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ഏക അജണ്ട KCRന്റെ BRSനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ്. തെലങ്കാനയിൽ നിന്ന് അവരെ തുടച്ചു നീക്കും. അതിനായി ഒവൈസിയുമായി കൂട്ടുകൂടാൻ തയ്യാറാണ്. BRSനെ തകർക്കാൻ ഒവൈസിയെ ആവശ്യമാണെന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. അതേസമയം ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മജ്ലിസ് പാർട്ടിയുമായി ചേരാൻ കോൺഗ്രസ് തയ്യാറാകണം. BRSനെ ഇല്ലാതാക്കുക എന്ന ദൗത്യം പൂർത്തിയാക്കാൻ മജ്ലിസ് പാർട്ടിയെ കോൺഗ്രസിന് ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. BRSനെ ഇല്ലാതാക്കുക എന്ന ദൗത്യം പൂർത്തിയാക്കാൻ മജ്ലിസ് പാർട്ടിയെ കോൺഗ്രസിന് ആവശ്യമാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല. മജ്ലിസ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കണമെന്നും അവർ പറഞ്ഞിട്ടില്ല. ഇത് തന്റെ മാത്രം പരാമർശമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹൈക്കമാൻഡ് മജ്ലിസ് പാർട്ടിയെ പിന്തുണയ്ക്കാനും സഖ്യമുണ്ടാക്കാനും നിർദ്ദേശിച്ചാൽ അച്ചടക്കമുള്ള പ്രവർത്തകനായി അതിനെ അംഗീകരിക്കും. സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഞാൻ പോരാടും. ഞാനൊരു പോരാളിയാണ്. കോൺഗ്രസ് പാർട്ടിയോട് കൂറുള്ള പ്രവർത്തകനാണ്. ശത്രുത മാറ്റിവെച്ച് പാർട്ടി പ്രവർത്തിക്കാൻ നിർദ്ദേശിച്ചാൽ അത് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. കോൺഗ്രസിനും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും തെലങ്കാനയിൽ കരുത്തു പകരാനായി പ്രവർത്തിക്കുമെന്നും തെലങ്കാന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ പാർട്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതേ കാര്യങ്ങളാണെന്നും ഫിറോസ് ഖാൻ പറയുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈദരാബാദിൽ നിന്ന് ഫിറോസ് ഖാൻ ഒവൈസിക്കെതിരെ മത്സരിച്ചിരുന്നു. എന്നാൽ വിജയിച്ചില്ല. 2019 9 സീറ്റ് നേടി KCRന്റെ BRS ആണ് തെലങ്കാനയിൽ മുന്നിലെത്തിയത്. 4 സീറ്റ് BJPക്കും കോൺഗ്രസിന് 3, മജ്ലിസ് പാർട്ടിക്ക് 1 സീറ്റും ലഭിച്ചിരുന്നു. ഇത്തവണ ഒവൈസിക്കെതിരെ BJP K മാധവിയെയാണ് നിർത്തിയിരിക്കുന്നത്. ഇത്തവണ ത്രികോണ പോരാട്ടം തെലങ്കാനയിൽ ഉണ്ടാവുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിക്കുന്നുണ്ട്. BRS നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോറ്റതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചുവരവാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ 4 സീറ്റുകൾ നേടി വിസ്മയം സൃഷ്ടിച്ച BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റും നേടില്ലെന്നാണ് സർവേ പറയുന്നത്. സംസ്ഥാനത്ത് ആകെയുള്ള 17 സീറ്റിൽ 13 സീറ്റും ഭരണകക്ഷിയായ കോൺഗ്രസ് നേടുമെന്ന് ഫെഡറൽ പുതിയ തലമുറ ആപ്റ്റ് 2024 പ്രീപോൾ സർവേ പ്രവചിക്കുന്നു. ബാക്കിയുള്ള 4 പ്രതിപക്ഷമായ BRSും വിജയിച്ചേക്കും. വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ 2019 29.79% നിന്ന് 42.50% കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തും. അതേസമയം BRSന്റെ വിഹിതം 44.52% നിന്ന് 32.62% കുറയും. ഏറ്റവും പ്രധാനമായി BJPയുടെ വോട്ട് വിഹിതം 19.65% നിന്ന് 16.78% ഇടിയുമെന്നും സർവേ പറയുന്നു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 119 അംഗ നിയമസഭയിൽ 64 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുകയും സഖ്യകക്ഷിയായ CPI 1 സീറ്റ് നേടുകയും ചെയ്തിരുന്നു. BRS 39 സീറ്റുകൾ നേടിയപ്പോൾ BJP 8 സീറ്റുകൾ മാത്രം നേടി 3ാം സ്ഥാനത്തായി. 9 സീറ്റിൽ മത്സരിച്ച അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM 7 സീറ്റുകളിലും വിജയിച്ചിരുന്നു. ഇത്തവണ കളി മാറും. എന്തു സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം.